അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അറഫ ദിനത്തിലെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ് ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന എന്ന്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സാലിം ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹുമ മഹാനവർകൾ അറഫ ദിനത്തിൽ യാചിച്ച് നടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു, യാ ആജിസു ഫി ഹാദൽ യൗമി യുസ്അലു ഗൈറുല്ലാഹി അസ്സ വജൽ. അള്ളാഹു അല്ലാത്ത മറ്റാരോടെങ്കിലും ഈ ദിനത്തിൽ ചോദിക്കപ്പെടുമോ? മീൻസ് ഈ ദിനത്തിൽ അള്ളാഹുവിനോടാണ് ചോദിക്കപ്പെടേണ്ടത്. വേറൊരു വ്യക്തിയോട് ആരോട് ചോദിച്ചാലും കിട്ടുന്നതിലപ്പുറം റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചാൽ അവൻ നൽകുമെന്നാണ് ഇതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഉദ്ദേശിച്ചത്. അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖിയാമത്ത് നാളിൽ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് പുനർത്തെഴുന്നേൽക്കപ്പെടുന്ന ഹശർ ചെയ്യപ്പെടുന്ന ജനങ്ങളിൽ നിന്ന് ഒരു 3 വിഭാഗക്കാരെ മാലാഖമാർ മുസാഫത്ത് ചെയ്യും. അവരുടെ കൈപിടിച്ച് ഷെയ്ക്കാൻഡ് ചെയ്യും. അതാരാണ്? 1 ശുഹദാക്കളാണ്. 2 റമളാനിലെ രാത്രി ഖിയാമുൽ ലൈൽ കൊണ്ട് രാത്രി ഭക്തി നിർഭരമാക്കിയവരാണ്. 3 അറഫ നോമ്പ് അനുഷ്ഠിച്ചവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അവൻ്റെ മഹദ് ഫദ്ൽ കൊണ്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് ചോദിച്ചത്രേ, സ്വർഗത്തിൽ മുത്ത്, മാണിക്യം, ഗോമേതകം, സ്വർണം, വെള്ളി എന്നിവ കൊണ്ടുണ്ടാക്കിയ കൊട്ടാരങ്ങളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുത്തപ്പോൾ ആയിഷ ബീവി ചോദിച്ചത്രേ, ഇത് ആർക്കുള്ളതാണ് നബി തങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അറഫ നോമ്പ് അനുഷ്ഠിച്ചവർക്കുള്ളതാണത്. ലിമൻ സോമ യൗമു അറഫ, യൗമു അറഫയിൽ ലിമൻ സോമ യൗമ അറഫ, അറഫ ദിനത്തിൽ നോമ്പനുഷ്ഠിച്ചവർക്ക് ഉള്ളതാണ് ആ സ്വർഗത്തിലെ കൊട്ടാരമെന്ന്. അള്ളാഹു ആ സൗഭാഗ്യം ഈ പാപികളായ നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ആയിഷ ബീവിയോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം വെള്ളിയാഴ്ചയും അറഫ ദിവസവുമാകുന്നു. അത് രണ്ടിലും കാരുണ്യമുള്ളത് കൊണ്ടാണത്. എന്നാൽ ഇബ്ലീസിന് ഏറ്റവും ദേഷ്യമുള്ള ദിവസവും വെള്ളിയാഴ്ചവും അറഫ ദിവസവുമാകുന്നു എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഹദീസിൽ വീണ്ടും കാണാം, അറഫ ദിവസം നോമ്പെടുക്കുന്നവന് നന്മയുടെ 30 കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കുകയും തിന്മയുടെ 30 കവാടങ്ങൾ അള്ളാഹു അടച്ചു കളയുകയും ചെയ്യുന്നതാണ്. അവൻ നോമ്പ് തുറക്കും നേരം വെള്ളം കുടിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലെ എല്ലാ നരമ്പുകളും അവന് വേണ്ടി പൊറുക്കലിനെ തേടുകയും അത് പ്രഭാതം വരെ അത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. മാത്രം